ഹലോ ഫ്രണ്ട്സ്, എന്നും ഇങ്ങനെ യാത്ര മാത്രം പോയാൽ മതിയോ? ഭക്ഷണം കഴിക്കണ്ടേ? ഇന്നത്തെ ഭക്ഷണ വിശേഷങ്ങളും ഒന്ന് കണ്ടു കളയാം. ഇന്ന് ഒരു സ്റ്റൂ ഉണ്ടാക്കുന്നതിനായി ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി കുറച്ച് ഉപ്പും ഇട്ട് വേവിച്ചു. അതിലേക്ക് 3-4 ഗ്രാമ്പുവും കൂടെ ചേർത്തു. ഇതൊന്നാകുമ്പോഴേക്കും ഇടിയപ്പത്തിനുള്ള പണി തുടങ്ങാം. 1 കപ്പ് മാവിന് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുകയാണ് പതിവ്. പണ്ടൊക്കെ ഞാൻ തിളച്ച വെള്ളം അരിപ്പൊടിയിലേക്ക് ചേർത്ത് അടുപ്പിൽ വെക്കാതെ തന്നെ സ്പൂണ് കൊണ്ട് ഇളക്കി മിക്സ് ചെയ്യുകയായിരുന്നു പതിവ്. ഇപ്പം ഞാൻ ആ രീതി മാറ്റി. മാവിൻ്റെ ചൂടൊന്ന് കുറയുമ്പോൾ കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇതവിടെ ഇരിക്കട്ടെ. ആ സ്റ്റൂവിൻ്റെ ഉള്ളിയിലേക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർത്തൊന്ന് തിളപ്പിക്കാം. 2-ാം പാലെന്ന് പറയുന്നതിൽ ഒന്നുമില്ല കേട്ടോ. 1-ാം പാല് മാക്സിമം ഊറ്റിയെടുത്ത് കഴിഞ്ഞു. ഒരു മനസ്സമാധാനത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ബാക്കിയും കൂടെ പിഴിഞ്ഞെടുത്തു. ഇനി എളുപ്പപ്പണിയാണ്. വേവിച്ചു വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് അതിനെ 2-ാം പാലിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് നല്ലപോലെ ഉടച്ച് കുറച്ച് ഏലക്കയും കൂടെ ഞാൻ ചേർക്കും. ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാകുമ്പോൾ ഗ്രാമ്പും ഏലക്കയും ഒക്കെ ചേർക്കും. അതിലേക്ക് 1-ാം പാലും ചേർത്ത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ വാങ്ങി എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് പാകത്തിന് ഉപ്പൊക്കെ നോക്കി വാങ്ങി വെച്ച് വെളിച്ചെണ്ണയും കരിവേപ്പിലയും ചേർത്താൽ നമ്മളുടെ സ്റ്റൂ റെഡി. ഇനി ഇടിയപ്പം തട്ടിലേക്ക് എണ്ണ സ്പ്രേ ചെയ്ത്, പകുതി വെന്ത മാവല്ലേ നമ്മളുടേത്, അതുകൊണ്ട് എളുപ്പമുണ്ട്. പിഴിഞ്ഞാൽ വേഗം തന്നെ പോരും. ഇനി മാവ് പകുതി പിഴിഞ്ഞ് അതിൻ്റെ മുകളിൽ തേങ്ങ ചേർത്തതിന് ശേഷം വീണ്ടും പിഴിയുകയാണ് ഞാൻ ചെയ്യുന്നത്. വെന്തു വരുന്ന ഇടിയപ്പം തുറന്നു നോക്കുമ്പോൾ അകത്ത് തേങ്ങ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങൾക്കോ? ചിലവർ ചെയ്യുന്നത് ആദ്യം തേങ്ങ ഇട്ടതിന് ശേഷം പിഴിയുകയാണ്. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ നല്ലതായി തോന്നിയിട്ടുള്ളത്. ഉച്ചക്കത്തേക്കുള്ള പരിപാടിയും കൂടെ ഞാൻ ഇതിനിടയിൽ തന്നെ തീർക്കും. പിന്നെ പണിയൊന്നുമില്ല. സാമ്പാറിന് പരിപ്പ് വെച്ച് അതിലേക്ക് കുമ്പളങ്ങ, ഉള്ളി, ഉരുളക്കിഴങ്ങിന് പകരം ഞാൻ ബീറ്റ്റൂട്ടാണ് ഇട്ടത്. കാലത്തെ ഒന്ന് ഉരുളക്കിഴങ്ങ് കൂട്ടിയതല്ലേ, അതും കൂടെ ചേർത്ത് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കുക്കറിൽ വെച്ച് ഒരുമിച്ച് വേവിക്കും. ചിങ്ങയും ചേനയും കൂടെ ചേർത്തൊരു മെഴുക്ക് പുരട്ടിയും. ഇനി സാമ്പാറിൻ്റെ ബാക്കി പണി വേണ്ടേ? തക്കാളിയും വെണ്ടയ്ക്കയും ചേർത്ത് വഴറ്റിയതിൽ സാമ്പാർ പൊടിയും ചേർത്ത് അത് മൂത്ത് വരുമ്പോൾ പുളിയും പിഴിഞ്ഞഴിച്ച് ഒന്ന് തിളച്ചതിലേക്ക് നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും സാമ്പാർ കഷ്ണങ്ങളും എല്ലാം ചേർത്ത് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ കടുകും വറുത്ത് നമ്മുടെ സ്ഥിരം പരിപാടിയായ മല്ലിയിലയും ചേർത്ത് കഴിയുമ്പോൾ സാമ്പാറും റെഡി. ഇനി ചോറ് വയ്ക്കുന്നതും മീൻ വറുക്കുന്നതുമെല്ലാം ഉച്ചയൂണിന് മുമ്പ്. ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വരട്ടെ. ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി. ഉച്ചഭക്ഷണത്തിൻ്റെ മാത്രം പടം പിടിക്കാനേ പറ്റിയുള്ളൂ. ശരി എന്നാൽ ബൈ.